ഗംഗാനദിയെ ഭൂമിയിലെത്തിക്കുന്നതിനു വേണ്ടി കഠിനമായ തപസ് ആരംഭിച്ചു. ഉഗ്രതപസ്സിൽ സംപ്രീതയായ ദേവി ഭഗീരഥനെ അനുഗ്രഹിച്ചു. എങ്കിലും ഭൂതലത്തിൽ പതിക്കുന്ന തന്നെ താങ്ങുവാനുള്ള ശേഷി ശിവഭഗവാന് മാത്രമേ ഉള്ളൂ എന്ന് നിർദ്ദേശിച്ച് അപ്രത്യക്ഷയായി. പിന്നീട് ഭഗീരഥൻ ശിവനെ തപസ് ചെയ്തു. മഹാദേവന്റെ അനുഗ്രഹത്തോടുകൂടി അദ്ദേഹം വീണ്ടും ഗംഗയെ തപസ് ചെയ്ത് ഭൂമിയിലേക്ക് ഒഴുകുന്നതിനുള്ള വരം വാങ്ങി. ഗംഗ അത്യുഗ്രശേഷിയുള്ള നദിയായി ഭൂമിയിലേക്ക് പതിക്കുവാൻ ആരംഭിച്ചു. മഹാദേവൻ ഗംഗയെ തന്റെ ശിരസിൽ താങ്ങി നിർത്തി. ജടയുടെ 4 വശത്തും കൂടി തട്ടി തകർത്തൊഴുകിയ ഗംഗയെ ഭഗവാൻ തന്റെ ജടയ്ക്കുള്ളിൽ ബന്ധിച്ചു. അങ്ങനെ മഹാദേവൻ ഗംഗാധരേശ്വരനായി. മഹാദേവ, അനുഗ്രഹിച്ചാലും അങ്ങയുടെ സഹായമില്ലാതെ ഗംഗാദേവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരിക അസാധ്യമാണ്. സമാധാനിക്കൂ ഭഗീരഥ. നീ ഗംഗയെ ഭൂമിയിലേക്ക് ക്ഷണിച്ചാലും ഭൂമിയിലേക്കൊഴുകുന്ന പ്രളയകാരിയായ ഗംഗയെ നാം ശിരസിൽ വഹിച്ചുകൊള്ളാം. ഭഗവാനെ, നമ്മുടെ അവിവേകം പുറത്താലും അങ്ങയെ പരാജിതനാക്കുവാൻ ത്രിലോകത്തിൽ ആർക്കും സാധ്യമല്ല. അങ്ങയുടെ ജടാകവചത്തിൽ നിന്നും നമ്മെ മുക്തയാക്കിയാലും. ദേവി നമ്മോട് ക്ഷമയാചിക്കേണ്ട ആവശ്യമില്ല. ദേവി ഉഗ്രശക്തിയുള്ള നദിയായി ഭൂമിയിലേക്ക് ഒഴുകിയാലും